എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ത്രിമൂർത്തികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ത്രിമൂർത്തികളുടെ ത്രിഗുണങ്ങൾ എന്തെല്ലാമാണ്, ത്രിമൂർത്തികൾ മുഷിഞ്ഞാൽ, ത്രിമൂർത്തികൾ കോപാവസ്ഥയിലായാൽ, ത്രിമൂർത്തികൾ താപാവസ്ഥയിലായാൽ, ത്രിമൂർത്തികളുടെ മൂല്യം നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് ത്രിദോഷം ഭവിക്കുന്നത്. നമ്മളെല്ലാവരും ത്രിദോഷത്താൽ വലയുന്നവരാണ്. എന്താണ് ത്രിദോഷം? വാതം, പിത്തം, കഫം. ഈ ത്രിദോഷം എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞെത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ത്രിമൂർത്തികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. പഞ്ചഭൂതാത്മകമായിട്ടാണ് ത്രിഗണങ്ങൾ ജനിക്കുന്നത്. ഈ ത്രിഗണങ്ങളാണ് ത്രിമൂർത്തികളായിട്ട് മാറുന്നത്. എർത്ത്, വാട്ടർ, എയർ, ഫയർ ആൻഡ് സ്കൈ. വിശേഷേണ 5 ചേർന്ന ഈ 5 എലമെന്റ്സ് ആണ് പ്രപഞ്ചം. ഇതിനകത്ത് ആകാശം കാരണകണമാണ്, അഗ്നിയും കാരണകണമാണ്, വായു സൂക്ഷ്മകണമാണ്. അഗ്നിയും ആകാശവും ദൃശ്യതയ്ക്ക് കാരണമാകുന്ന അദൃശ്യമാണ്, അദൃശ്യത്തോട് സദൃശ്യമാണ് വായു. അതിൻ്റെ പരിണാമത്താൽ ദൃശ്യമാകുന്നത് എന്താണ്? അത് ജലമാണ്. ജലം സൃഷ്ടമാക്കുന്നത് എന്താണ്? അത് മണ്ണാണ്. അപ്പോൾ സ്ഥൂലമായിരിക്കുന്ന കണം മണ്ണാണ്, പ്രോട്ടോൺ. പ്രത്യക്ഷ കണം അതാണ് പ്രോട്ടോൺ. കാരണ, സൂക്ഷ്മ, സ്ഥൂല കണങ്ങളാണ് സൃഷ്ടി, സ്ഥിതി, സംഹാര കാരണമായിരിക്കുന്ന ത്രിഗണങ്ങൾ. എന്തിൻ്റെ സൃഷ്ടി? ജീവന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാര കാരണമാകുന്ന ത്രിശക്തികൾ, ത്രികണങ്ങൾ. ദ്രവ്യമാണ് ദൈവമാകുന്നത്. ബ്രഹ്മത്തിൽ നിന്നും, ബ്ലാക്ക് ഹോളിൽ നിന്നും ദ്രവ്യം സഞ്ചരിക്കുമ്പോൾ അത് ആദിപരാശക്തിയായിരിക്കുന്ന സ്പേസിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഏകദ്രവ്യാവസ്ഥ. ഇതിനെയാണ് ദ്രവ്യത്തിന്റെ ഏകദൈവാവസ്ഥ എന്ന് പറയുന്നത്. നിർഗുണമായിരിക്കുന്ന അവസ്ഥ എന്നും പറയും. എന്താണ് നിർഗുണമായിരിക്കുന്ന അവസ്ഥ? ത്രിഗുണത്തെ ജനിപ്പിക്കുവാൻ നിർഗുണമായിരിക്കുന്ന അവസ്ഥയാണ് ഈ ഏക ദൈവാവസ്ഥ, ഏക ദ്രവ്യാവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നിന്നിട്ടാണ് ആദിപരാശക്തിയായിരിക്കുന്ന ആകാശം, ആകാശത്തിൽ നിന്നാണ് വായു, വായുവിൽ നിന്നിട്ടാണ് പിന്നെ അഗ്നി, അഗ്നിയിൽ നിന്നാണ് ജലം, ജലത്തിൽ നിന്നാണ് പൃഥ്വി, പൃഥ്വിയിൽ ഭൂമിയിൽ വായുമണ്ഡലത്തിൽ ജൈവമണ്ഡലത്തിൽ നിറയുന്ന 2 ജീവപ്രപഞ്ചങ്ങളാണ് സസ്യലോകവും ജന്തുലോകവും, പ്ലാന്റ് ആൻഡ് അനിമൽസ്. അതാണ് ജൈവഗണമായ വായുവിൽ നിറയുന്ന 2 ജീവപ്രപഞ്ചങ്ങൾ. ഒന്ന് ഉൽപാദകരാണ്, ഒന്ന് ഉപഭോക്താക്കളാണ്. ഒന്ന് ജീവനെ നൽകുന്നവരാണ്, ഒന്ന് ജീവനാംശത്തെ നൽകുന്നവരാണ്. ഒന്ന് സ്ത്രീഭാവമാണ്, ഒന്ന് പുരുഷഭാവമാണ്. ഒന്ന് പിതൃഭാവമാണ്, ഒന്ന് മാതൃഭാവമാണ്. പിതൃസ്ഥാനത്ത് നിൽക്കുന്ന സസ്യലോകം വർണ്ണത്തെ ജനിപ്പിക്കുന്നതാണ്. മാതൃസ്ഥാനത്ത് നിൽക്കുന്ന ജന്തുലോകമോ സ്വരത്തെ ജനിപ്പിക്കുന്നവരാണ്. അപ്പോൾ വർണ്ണത്താൽ സ്വരത്തെ ജനിപ്പിക്കുന്ന യുഗ്മസഞ്ചാരം സാധ്യമാകുന്ന, ജീവന്റെ രഥമാക്കി മാറ്റുന്ന, ഭൂമിയെ അണ്ടധരനാക്കുന്ന, ബീജധരനാക്കുന്ന ആ വൈഭവമായിരിക്കുന്ന ജലത്തിന്റെ മായയായിരിക്കുന്ന ജീവനെ ത്രിഗുണത്തെയേകി, അതായത് രജോ സത്വ തമോ ഗുണത്തെയേകി, ത്രികാലത്തെയേകി, ഭാവി ഭൂതം എന്ന് പറയുന്ന ത്രികാലത്തെയേകി, ത്രിലോകത്തെയേകി. ത്രിലോകം എന്ന് പറഞ്ഞാലോ വ്യോമാകര നാവിക എന്ന് പറയുന്ന ത്രിലോകത്തെയേകി. ത്രിദോഷത്തെ അകറ്റുന്ന, ത്രിദോഷം എന്ന് പറഞ്ഞാലോ വാതപിത്ത കഫ. ത്രിദോഷത്തെ അകറ്റുന്ന, വേദനയെ അകറ്റുന്ന വേദചിന്തയാണ് ഭാരതം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ത്രിഗണം ത്രിമൂർത്തിയാകുന്നതെന്ന് മനസ്സിലായില്ലേ? കാരണ, സൂക്ഷ്മ, സ്ഥൂല കണങ്ങളാണ് ത്രിമൂർത്തി ശക്തികൾ. ഈ ത്രിമൂർത്തി ശക്തികളാണ് ത്രിഗുണത്തിന് കാരണം, ത്രികാലത്തിന് കാരണം, ത്രിസന്ധ്യകൾക്ക് കാരണം, ത്രിലോകത്തിന് കാരണം. അത് ത്രിദോഷത്തെ നീക്കുന്നതാകുന്നു. വാതപിത്ത കഫ എന്ന് പറയുന്ന ത്രിദോഷത്തെ നീക്കി ശരീരത്തെ ശിവത്വമുള്ളതാക്കുന്ന പ്രക്രിയയാണ് ആയുർവേദം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 6 ഋതുഭാവങ്ങൾ മിന്നിമറയുന്നുണ്ട്. ദിവം എന്ന് പറയുന്നത് തന്നെ വളരെ വേഗത്തിൽ മിന്നിമറയുന്ന ആ 6 ദ്രവ്യ പ്രതിഭാസത്തെയാണ് ദിവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിവപ്രതിഭാസം എന്ന് പറയുന്നത്. ആ ദിവത്തിൽ 24 മണിക്കൂറിൽ ആ ദിവസത്തിൽ എങ്ങനെയാണ്, ഏതൊക്കെ സമയത്താണ് വാത പിത്ത കഫ എന്ന് പറയുന്ന ത്രിദോഷങ്ങൾ നമ്മളെ ബാധിക്കുന്നത്, അതിനെ എങ്ങനെയാണ് ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ആഹാരം കൊണ്ടും മറികടക്കുന്നത്, ഇതേക്കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. നമ്മൾ ശരീരത്തെ രോഗമില്ലാത്ത അവസ്ഥയിൽ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യണം? ഈ പ്രപഞ്ചത്തെ
ഈ പ്രകൃതിയെ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കണം. ഈ പ്രകൃതിയെ ജീവന് ആരോഗ്യമേകുന്ന അവസ്ഥയിലേക്ക് ട്രീറ്റ് ചെയ്യണം, നിലനിർത്തണം. ഈ പ്രകൃതിയെ ത്രിഗുണ വൈഭവത്താൽ ശാസ്ത്രീയമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ശരീരത്തിന് ട്രീറ്റ്മെന്റ് ഇല്ലാതെ ആരോഗ്യാവസ്ഥയിൽ തുടരുവാൻ കഴിയും. മനുഷ്യന്റെ ബീജാത്മാവിന്റെ ഗ്യാരണ്ടി ആയിരിക്കുന്ന 120 വർഷം വരെ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ജ്ഞാന ഇച്ഛ ക്രിയാശക്തിക്ക് കാരണമായിരിക്കുന്ന ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്നതും എന്താണ്? ഈ ത്രിഗുണ വൈഭവമാണ്, ഈ ത്രിമൂർത്തി വൈഭവമാണ്. ആ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ഭൂമി സൂര്യനെ 120 പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നത് വരെ ഗ്യാരണ്ടിയാണ് നമ്മുടെ ബീജാത്മാവിനുള്ളത്, മനുഷ്യന്റെ ബീജാത്മാവിനുള്ളത്. അത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കുവാൻ കഴിയുന്ന ആചരണ അനുഷ്ഠാന ആഹാര പദ്ധതികളാണ് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇപ്പോൾ രാത്രി 12 മണി മുതലാണ് ത്രിദോഷത്തിന്റെ ആദ്യത്തെ ദോഷം ഭവിക്കുന്നത്. 8 മണിക്കൂർ. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതിൽ വാത പിത്ത കഫ എന്ന് പറയുന്ന 3 അവസ്ഥകൾ ഉണ്ടാവും. 3 ദോഷങ്ങൾക്കും കാരണമായിരിക്കുന്ന വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ത്രിദോഷം ഭവിക്കുവാൻ സാധ്യതയുള്ള 8 മണിക്കൂർ വീതം ഉണ്ട്. 3 24 മണിക്കൂറുണ്ട്. വാതം, പിത്തം, കഫം എന്നിവയ്ക്ക് കാരണമാകുന്ന ഭൂതങ്ങളും അതിനുള്ള പ്രതിവിധികളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ആ പ്രതിവിധികൾ സാധ്യമാകുന്നത്? ആചാരം, അനുഷ്ഠാനം, ആഹാരം, ഇതായിരിക്കണം നമ്മളുടെ നിഷ്ഠ. ഇതൊരു വൃതതുല്യമായിട്ടുള്ള ജീവിതമാണ്. എന്തിനു വേണ്ടിയിട്ട്? മൃതതുല്യമാവാതെ, മൃത്യുവെ ഭവിക്കാതെ മാതൃഭാവത്തിൽ നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ആചരണ പദ്ധതികൾ. അപ്പോൾ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ നമുക്ക് ഈ വേദചിന്തയിലൂടെ തുടരാം. ഈ വേദം നമ്മളുടെ വേദനകളെ മാറ്റും. ഒപ്പമോ നമ്മളുടെ അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കും. നമ്മളോ ശാസ്ത്രവിശ്വാസികളായിട്ട് മാറും. അപ്പം നമുക്ക് തുടരാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.